യഹോവേ, നിന്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതമുള്ള കാര്യങ്ങളെ കാണും എന്തൊക്കെവണ്ണം എൻ്റെ ഹൃദയക്കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ. ഉൽപ്പത്തി 47. അങ്ങനെ യോസഫ് ചെന്നു. എൻ്റെ അപ്പനും സഹോദരന്മാരും അവരുടെ ആടുകളും കന്നുകാലികളും അവർക്കുള്ളതൊക്കെയും കാനാൻ ദേശത്തു നിന്ന് വന്നു ഗോശെൻ ദേശത്ത് ഇരിക്കുന്നു എന്ന് ഫറവോനെ ബോധിപ്പിച്ചു. പിന്നെ അവൻ തൻ്റെ സഹോദരന്മാരിൽ 5 പേരെ കൂട്ടിക്കൊണ്ടു ചെന്നു ഫറവോൻ്റെ സന്നിധിയിൽ നിർത്തി. അപ്പോൾ ഫറവോൻ അവൻ്റെ സഹോദരന്മാരോട്, നിങ്ങളുടെ തൊഴിൽ എന്ത് എന്ന് ചോദിച്ചതിന് അവർ ഫറവോനോട്, അടിയങ്ങളും അടിയങ്ങളുടെ പിതാക്കന്മാരും ഇടയന്മാരാകുന്നു എന്ന് പറഞ്ഞു. ദേശത്ത് താമസിപ്പാൻ ഞങ്ങൾ വന്നിരിക്കുന്നു. കാനാൻ ദേശത്ത് ക്ഷാമം കഠിനമായിരിക്കയാൽ അടിയങ്ങളുടെ ആടുകൾക്ക് മേച്ചിലില്ല. അടിയങ്ങൾ ഗോശെൻ ദേശത്ത് പാർത്തുകൊള്ളട്ടെ എന്ന് അവർ ഫറവോനോട് പറഞ്ഞു. ഫറവോൻ യോസഫിനോട്, നിന്റെ അപ്പനും സഹോദരന്മാരും നിന്റെ അടുക്കൽ വന്നിരിക്കുന്നുവല്ലോ. മിസ്രയീം ദേശം നിന്റെ മുമ്പാകിയിരിക്കുന്നു. ദേശത്തിലേക്കും നല്ല ഭാഗത്ത് നിന്റെ അപ്പനെയും സഹോദരന്മാരെയും പാർപ്പിക്കുക. അവർ ഗോശെൻ ദേശത്ത് തന്നെ പാർത്തുകൊള്ളട്ടെ. അവരിൽ പ്രാപ്തന്മാർ ഉണ്ടെന്ന് നീ അറിയുന്നു. എങ്കിൽ അവരെ എൻ്റെ ആടുമാടുകളുടെ മേൽ വിചാരകന്മാരാക്കി വയ്ക്കുക എന്ന് കൽപ്പിച്ചു. യോസഫ് തൻ്റെ അപ്പനായ യാക്കോബിനെയും അകത്തു കൊണ്ടുചെന്നു അവനെ ഫറവോൻ്റെ സന്നിധിയിൽ നിർത്തി. യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു. ഫറവോൻ യാക്കോബിനോട്, എത്ര വയസ്സായി എന്ന് ചോദിച്ചു. യാക്കോബ് ഫറവോനോട്, എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം 130 സംവത്സരമായിരിക്കുന്നു. എൻ്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതുമത്രേ. എൻ്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞു. യാക്കോബ് ഫറവോനെ പിന്നെയും അനുഗ്രഹിച്ചു. ഫറവോൻ്റെ സന്നിധിയിൽ നിന്നു പോയി. അനന്തരം യോസഫ് തൻ്റെ അപ്പനെയും സഹോദരന്മാരെയും കൂടി പാർപ്പിച്ചു. ഫറവോൻ കൽപ്പിച്ചതുപോലെ അവർക്ക് മിസ്രയീം ദേശത്തിലേക്കും നല്ല ഭാഗമായ രാമസേസ് ദേശത്ത് അവകാശവും കൊടുത്തു. യോസഫ് തൻ്റെ അപ്പനെയും സഹോദരന്മാരെയും അപ്പൻ്റെ കുടുംബത്തെയും ഒക്കെയും കുഞ്ഞുകുട്ടികളുടെ എണ്ണത്തിനൊത്തവണ്ണം ആഹാരം കൊടുത്ത് രക്ഷിച്ചു. എന്നാൽ ക്ഷാമം ഏറ്റവും കഠിനമായിരുന്നുകൊണ്ട് ദേശത്തെങ്ങും ആഹാരമില്ലാതെയായി. മിസ്രയീം ദേശവും കനാൻ ദേശവും ക്ഷാമം കൊണ്ട് വലഞ്ഞു. ജനങ്ങൾ വാങ്ങിയ ധാന്യത്തിന് വിലയായി യോസഫ് മിസ്രയീം ദേശത്തും കനാൻ ദേശത്തുമുള്ള പണമൊക്കെയും ശേഖരിച്ചു. പണം യോസഫ് ഫറവോൻ്റെ ഗൃഹത്തിൽ കൊണ്ടുവന്നു. മിസ്രയീം ദേശത്തും കനാൻ ദേശത്തും പണമില്ലാതെയായപ്പോൾ മിസ്രയീമ്യരൊക്കെയും യോസഫിൻ്റെ അടുക്കൽ ചെന്നു, ഞങ്ങൾക്ക് ആഹാരം തരണം, ഞങ്ങൾ നിന്റെ മുമ്പിൽ കിടന്ന് മരിക്കുന്നതിന് പണം തീർന്നുപോയി എന്ന് പറഞ്ഞു. അതിന് യോസഫ്, നിങ്ങളുടെ ആടുമാടുകളെ തരുവീൻ, പണം തീർന്നുപോയെങ്കിൽ നിങ്ങളുടെ ആടുമാടുകളുടെ വിലയായി വാങ്ങി ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളുടെ കന്നുകാലികളെ യോസഫിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. കുതിര, ആട്, കന്നുകാലി, കഴുത എന്നിവയെ യോസഫ് വിലയായി വാങ്ങി അവർക്ക് ആഹാരം കൊടുത്തു. ആയാണ്ടിൽ അവരുടെ കന്നുകാലികളെയെല്ലാം വാങ്ങി ആഹാരം കൊടുത്ത് അവരെ രക്ഷിച്ചു. ആ ആണ്ട് കഴിഞ്ഞ് പിറ്റേ ആണ്ടിൽ അവർ അവൻ്റെ അടുക്കൽ ചെന്നവനോട്, ഞങ്ങളുടെ പണം ചെലവായി മൃഗക്കൂട്ടങ്ങളും യജമാനു ചേർന്നു. ഞങ്ങളുടെ ശരീരങ്ങളും നിലങ്ങളും അല്ലാതെ യജമാനന്റെ ഭാഗ്യമൊന്നും ശേഷിപ്പില്ല എന്നുള്ളത് യജമാനനെ ഞങ്ങൾ മറക്കുന്നില്ല. ഞങ്ങളും ഞങ്ങളുടെ നിലവും നിന്റെ കണ്ണിന് മുമ്പിൽ എന്തിനു നശിക്കുന്നു? നീ ഞങ്ങളെയും നിലത്തെയും ആഹാരത്തിന് വിലയായി വാങ്ങണം. ഞങ്ങൾ നിലവുമായി ഫറവോൻ അടിമകളാകട്ടെ. ഞങ്ങൾ മരിക്കാതെ ജീവനോടിരിക്കേണ്ടതിന്, നിലം ശൂന്യമായി പോകാതിരിക്കേണ്ടതിനും ഞങ്ങൾക്ക് വിത്ത് തരണം. അങ്ങനെ യോസഫ് മിസ്രയീമിലെ നിലമൊക്കെയും ഫറവോൻ വിലയ്ക്ക് വാങ്ങി. ക്ഷാമം പ്രബലപ്പെടുകൊണ്ട് മിസ്രയീമ്യർ തങ്ങളുടെ നിലം വിറ്റു. നിലമെല്ലാം ഫറവോനായി. ജനങ്ങളോ അവൻ മിസ്രയീം ദേശത്തിൻ്റെ അറ്റം മുതൽ അറ്റം വരെ പട്ടണത്തിലേക്ക് കുടി നീക്കി പാർപ്പിച്ചു. പുരോഹിതന്മാരുടെ നിലം മാത്രം അവൻ വാങ്ങിയില്ല. പുരോഹിതന്മാർക്ക് ഫറവോൻ്റെ അവകാശം കൽപ്പിച്ചിരുന്നു. ഫറവോൻ അവർക്ക് കൊടുത്ത അവകാശം കൊണ്ട് അവർ ഉപജീവനം കഴിച്ചതിനാൽ അവർ തങ്ങളുടെ നിലം വിറ്റില്ല. യോസഫ് ജനങ്ങളോട്, ഞാൻ ഇന്ന് നിങ്ങളെയും നിങ്ങളുടെ നിലത്തെയും ഫറവോന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് വിത്ത് തരാം. ഇതാ, നിലം വിതച്ചു കൊള്ളുവീൻ. വിളവെടുക്കുമ്പോൾ നിങ്ങൾ ഫറവോന് 1/5 കൊടുക്കണം. 4 ഓഹരിയോ വിത്തിന് വിത്തായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും നിങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ആഹാരമായിട്ടും നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിനവർ, നീ ഞങ്ങളുടെ ജീവനെ രക്ഷിച്ചിരിക്കുന്നു. യജമാനന് ഞങ്ങളോട് ദയയുണ്ടായാൽ മതി. ഞങ്ങൾ ഫറവോന് അടിമകളായിക്കൊള്ളാം എന്ന് പറഞ്ഞു. 5 ഫറവോന് ചെല്ലണമെന്നിങ്ങനെ യോസഫ് മിസ്രയീമിലെ നിലങ്ങളെ സംബന്ധിച്ച് വെച്ച ചട്ടം ഇന്നുവരെ നടപ്പാകുന്നു.
പുരോഹിതന്മാരുടെ നിലം ഫറവോന് ചേർന്നിട്ടില്ല. ഇസ്രായേൽ മിസ്രൈം ദേശത്തിലെ ഗോഷ്യൻ ദേശത്ത് പാർത്തു. അവിടെ അവകാശം സമ്പാദിച്ചു. ഏറ്റവും സന്താനപുഷ്ടിയുള്ളവരായി പെരുകി വന്നു. യാക്കോബ് മിസ്രൈം ദേശത്ത് വന്നിട്ട് 17 സംവത്സരം ജീവിച്ചിരുന്നു. യാക്കോബിൻ്റെ ആയുഷ്കാലമാകെ 147 സംവത്സരമായിരുന്നു. ഇസ്രായേൽ മരിപ്പാനുള്ള കാലം അടുത്തപ്പോൾ അവൻ തൻ്റെ മകനായ യോസഫിനെ വിളിപ്പിച്ചു അവനോട്, നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ കൈ എൻ്റെ തുടയിൻ കീഴിൽ വയ്ക്കുക. എന്നോട് ദയയും വിശ്വസ്തയും കാണിച്ച് എന്നെ മിസ്രൈമിൽ അടക്കാതെ ഞാൻ എൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര കൊള്ളുമ്പോൾ എന്നെ മിസ്രൈമിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവരുടെ ശ്മശാന ഭൂമിയിൽ അടയ്ക്കണമെന്ന് പറഞ്ഞു. നിന്റെ കൽപ്പന പ്രകാരം ഞാൻ ചെയ്യാമെന്ന് അവൻ പറഞ്ഞു. എന്നോട് സത്യം ചെയ്യുക എന്ന് അവൻ പറഞ്ഞു. അവൻ സത്യം ചെയ്തു. അപ്പോൾ ഇസ്രായേൽ കട്ടിലിൻ്റെ തലയ്ക്കൽ നമസ്കരിച്ചു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാരക്കുമോ.